നമ്മൾ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, മനസ്സിൽ ഒരുപാട് വിഷമം തിങ്ങി നിറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ലേ, നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്, നമ്മളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ചിന്തിക്കാറില്ലേ? പക്ഷേ അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി അങ്ങനെ ചിന്തിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഓർത്തു പോകും. കാരണം നമ്മളെ കേൾക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കൗൺസിലിങ്ങിന് പോയാൽ പോലും അത് പൈസ കൊടുത്ത് നമ്മൾ അവരോട് നമ്മുടെ ദുഃഖങ്ങൾ പറയുക, അല്ലെ നമ്മുടെ എന്താണോ നമ്മുടെ ടെൻഷൻ അത് നമ്മൾ പറയുക എന്നല്ലേ ഉള്ളൂ. ആ പൈസയ്ക്ക് ഉള്ള ആ സമയം അവർ കേൾക്കുന്നു. പിന്നീട് അതുകൊണ്ട് നമുക്കും അവർക്കും ഒരു ഗുണമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ദുഃഖങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. ആർക്കും അത് പകുത്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ എത്ര ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളതാണ്. സന്തോഷം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും, പക്ഷെ ദുഃഖം ഷെയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അത് വെറുതെ നമ്മുടെ തോന്നൽ മാത്രമാണ്, ആരും കാണില്ല എന്നുള്ളത്